അമേരിക്കൻ പൗരത്വം നേടിയ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് അവരുടെ പൗരാവകാശങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന ചർച്ചകൾ വരുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപ് സ്വാഭാവികമായി പൗരത്വം നേടിയവരുടെ പൗരത്വം റദ്ദാക്കുന്നതിന്റെ നിയമസാധുതയെക്കുറിച്ച് ആലോചിക്കുന്നതിനാലാണ് ഈ ആശങ്ക ഉടലെടുത്തിരിക്കുന്നത്. സമീപകാലത്ത് നടന്ന ഒരു നാഷണൽ ഗാർഡ് വെടിവെപ്പ് സംഭവത്തെ തുടർന്നാണ് ഈ വിഷയങ്ങൾ വീണ്ടും ഉയർന്നു വന്നത്. നിലവിലുള്ള പൗരത്വ നടപടിക്രമങ്ങളിലും ആളുകളെ പരിശോധിക്കുന്നതിലും ചില പിഴവുകളുണ്ടെന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ട്രംപ് ഭരണകൂടം സ്വാഭാവികമായി പൗരത്വം നേടിയ ചില അമേരിക്കക്കാരുടെ പൗരത്വം നിഷേധിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഫീൽഡ് ഓഫീസുകൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിൽ പ്രതിമാസം 100 മുതൽ 200 വരെ പൗരത്വം റദ്ദാക്കാനുള്ള കേസുകൾ ഓഫീസ് ഓഫ് ഇമിഗ്രേഷൻ ലിറ്റിഗേഷന് കൈമാറണമെന്നാണ് ഈ നിർദ്ദേശം. എന്നാൽ 2017 മുതൽ ഈ വർഷം വരെ നീതിന്യായ വകുപ്പ് ഫയൽ ചെയ്തത് 120-ൽ താഴെ കേസുകൾ മാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 2.6 കോടി സ്വാഭാവിക അമേരിക്കൻ പൗരന്മാർ നിലവിലുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 8 ലക്ഷത്തിലധികം പുതിയ പൗരന്മാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇവരിലേറെയും മെക്സിക്കോ, ഇന്ത്യ, ഫിലിപ്പീൻസ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. പൗരത്വം നഷ്ടപ്പെടുന്നവർക്ക് സാധാരണയായി നിയമപരമായ സ്ഥിരം താമസക്കാരായി തുടരാം. ഫെഡറൽ നിയമപ്രകാരം പൗരത്വ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വഞ്ചന കാണിക്കുകയോ മറ്റ് പ്രത്യേക സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ പൗരത്വം റദ്ദാക്കാൻ അനുവാദമുണ്ട്. എന്നിരുന്നാലും ട്രംപ് ഭരണകൂടം നിയമപരമായും നിയമവിരുദ്ധമായും അമേരിക്കയിൽ കഴിയുന്നവരെ ലക്ഷ്യമിട്ട് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഗ്രീൻ കാർഡ് ഔദ്യോഗികമായി പെർമനന്റ് റെസിഡന്റ് കാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും നിങ്ങളെ അനുവദിക്കും. എന്നാൽ ഇത് അമേരിക്കൻ പൗരത്വം നൽകുന്നില്ല. അമേരിക്കൻ പൗരത്വം നേടിയ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് അവരുടെ പൗരാവകാശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം US നീതിന്യായ വകുപ്പ് മുൻപ് പുറത്തിറക്കിയ ഒരു മെമ്മോറാണ്ടത്തിൽ പൗരത്വം റദ്ദാക്കുന്നത് ഒരു പ്രധാന ലക്ഷ്യമായി പറഞ്ഞിരുന്നു. അമേരിക്കയിൽ താമസിക്കുന്നവർക്ക് ഗ്രീൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെ അമേരിക്കൻ പൗരത്വം നേടാൻ പുതുക്കിയ പൗരത്വ പരീക്ഷ പാസ്സാകേണ്ടതുണ്ട്. നിയമപരമായ സ്ഥിരം താമസക്കാർ 2025 ഒക്ടോബർ 20-ന് ശേഷം എപ്പോഴെങ്കിലും പൗരത്വത്തിന് അപേക്ഷിക്കുകയാണെങ്കിൽ പുതുക്കിയ 2025 പൗരത്വ പരീക്ഷ പാസ്സാകേണ്ടതുണ്ട്. കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ട് ട്രംപ് പൗരത്വം റദ്ദാക്കുമെന്ന് ഭീഷണി മുഴക്കുന്നത്. എന്നാൽ നികുതി റിട്ടേണുകളിൽ വരുമാനം കുറച്ച് കാണിക്കുന്നതും പൗരത്വം നഷ്ടപ്പെടാൻ കാരണമായേക്കാമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൗരത്വം റദ്ദാക്കപ്പെടുന്ന അമേരിക്കൻ പൗരന്മാർക്ക് ഗ്രീൻ കാർഡ് ഉടമകളായിരുന്നവർക്ക് ഉൾപ്പെടെ ഒരു സിവിൽ കേസ് വഴി ഇത് സംഭവിക്കാം. പൗരത്വം നേടുന്നതിന് തടസ്സമാകുമായിരുന്ന ഒരു പ്രധാന വസ്തുത മറച്ചുവെക്കുകയോ മനഃപൂർവ്വം തെറ്റായി പറയുകയോ ചെയ്താലാണ് ഇത് സംഭവിക്കുന്നത്. പൗരത്വം നേടുക എന്നത് അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാൻ അനുമതിയുള്ളവർക്ക് അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് കോൺഗ്രസിന്റെയും INA-യുടെയും ആവശ്യകതകൾ നിറവേറ്റിയ ശേഷം അമേരിക്കൻ പൗരത്വം നൽകുന്ന പ്രക്രിയയാണ്. ഇത് അവരെ അമേരിക്കയിൽ നിയമപരമായി സ്ഥിരമായി താമസിക്കാൻ അനുവദിക്കും. പൗരത്വം റദ്ദാക്കുക എന്നത് നിയമവിരുദ്ധമായി പൗരത്വം നേടിയെടുക്കുകയോ അപേക്ഷ സമർപ്പിക്കുമ്പോൾ മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുകയോ വസ്തുതകൾ മറച്ചുവെക്കുകയോ ചെയ്താൽ ഒരാളുടെ അമേരിക്കൻ പൗരത്വം ഔദ്യോഗികമായി റദ്ദാക്കുന്ന പ്രക്രിയയാണ്. മുൻകാലങ്ങളിൽ യുദ്ധ കുറ്റവാളികൾക്കും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കപ്പെടുന്ന വ്യക്തികൾക്കും പൗരത്വം റദ്ദാക്കാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പൗരത്വം റദ്ദാക്കാൻ ഒരു കോടതി ഉത്തരവ് ആവശ്യമാണ്. ഇത് ബാധിക്കപ്പെടുന്ന വ്യക്തിക്ക് നിയമപരമായ നടപടിക്രമങ്ങൾ ഉറപ്പാക്കുന്നു. നിയമപരമായി സ്ഥിരം താമസക്കാരായവർ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉടമകൾ വിദേശികളായ കുടിയേറ്റക്കാരാണ്. ഇവർക്ക് അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാൻ നിയമപരമായി അനുവാദമുണ്ട്. ഗ്രീൻ കാർഡ് ഉടമകൾക്ക് സ്വാഭാവികവൽക്കരണ പ്രക്രിയയിലൂടെ അമേരിക്കൻ പൗരത്വം നേടാൻ നിയമപരമായി അനുവാദമുണ്ട്. സാധാരണയായി നിയമപരമായി സ്ഥിരം താമസക്കാർ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉടമകൾ 5 വർഷം അമേരിക്കയിൽ തുടർച്ചയായി താമസിക്കണം. നല്ല സ്വഭാവം ഉണ്ടാവണം. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം തെളിയിക്കണം. കൂടാതെ അമേരിക്കൻ ഗവൺമെന്റിനെയും ചരിത്രത്തെയും കുറിച്ചുള്ള പരീക്ഷ പാസ്സാകണം. ഇതെല്ലാം പൗരത്വ അഭിമുഖത്തിന്റെ ഭാഗമാണ്. ഇതിലൂടെയാണ് അവർക്ക് പൗരത്വം ലഭിക്കുകയും അവസാനം US പാസ്പോർട്ടിന് അർഹത നേടുകയും ചെയ്യുന്നത്. ഈ വർഷം ആദ്യം US നീതിന്യായ വകുപ്പ് അമേരിക്കയിൽ പൗരത്വം റദ്ദാക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ കീഴിൽ നികുതി റിട്ടേണുകളിൽ വരുമാനം കുറച്ച് കാണിക്കുന്നത് ഒരു അമേരിക്കൻ പൗരനല്ലെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിന് കാരണമായേക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.